കൂരിയാട് ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൂരിയാട് ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ തന്നെ സർവീസ് റോഡിൽ വെള്ളം കയറി. ഇതിന് പരിഹാരം കാണാതെയാണ് 1 വർഷം മുൻപ് കട്ടകെട്ടി ദേശീയപാതയ്ക്കായുള്ള റോഡ് ഉയർത്തിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇപ്പോൾ സർവത്ര പ്രശ്നമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ദൃശ്യങ്ങളാണോ ഇപ്പോൾ പുറത്തു വന്നത്? അനുജ, ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷമാണ് ഈ സർവീസ് റോഡിലേക്കടക്കം വെള്ളം കയറിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുവഴി KSRTC മറ്റു വാഹനങ്ങളുമൊക്കെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ സർവീസ് റോഡ് ഉയർത്താതെ ഈ സമീപത്തെ പ്രധാന റോഡ് മാത്രം വലിയ ഉയരത്തിൽ ഉയർത്തി 14 മീറ്ററോളം ഉയർത്തി നിർമ്മിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇത്രയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിട്ട് പോലും ഫൗണ്ടേഷനിൽ കാര്യമായ ഒരു ബലം നൽകാത്തതും ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഈ വർഷമാണ് ഈ ദേശീയപാത തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഈ സർവീസ് റോഡ് തകർന്ന് ഒരു ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത് എന്ന് നാട്ടുകാരൊക്കെ തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ ആളുകളൊക്കെ തന്നെ കൂട്ടമായി വരുന്നൊരു സാഹചര്യം കാണാൻ വരുന്നൊരു സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡ് പൂർണ്ണമായും അടച്ച് ഈ ഡിസാസ്റ്റർ ടൂറിസം ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ മുൻപോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ തകരാതെ ഒരു സർവീസ് റോഡ് നിലനിൽക്കുന്നുണ്ട്. അതുവഴി ഗതാഗതത്തിനെ തുറന്നു കൊടുക്കാനുള്ള നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നു വരികയാണ്. നിലവിൽ ഈ കൊളപ്പുറം ഭാഗത്ത് നിന്ന് ഈ മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിലവിൽ ഈ റോഡ് അപകടത്തിൽപ്പെട്ടതിന് ശേഷമുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല തിരുവരങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ ഗതാഗതക്കുരുക്കും ഇതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അനുജ.